നമസ്കാരം. റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. വളരെ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾക്ക് ഇത് പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണെന്ന് തോന്നും. ഉറപ്പായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കറിയാം ലോക എന്ന് പറഞ്ഞൊരു സിനിമ സാധാരണ മലയാള സിനിമ പോലല്ല. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സാണ്. ആദ്യത്തെ യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തു. അന്യ സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും എല്ലാവരും ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ നോക്കുന്നത് 30 കോടിക്ക് ഇത്രയും ഗംഭീര ഒരു സിനിമ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. ആ അത്ഭുതം നിൽക്കെ തന്നെ ഇതിൻ്റെ കളക്ഷൻ ഓരോ ദിവസവും അതേപോലെ സ്റ്റാൻഡ് ചെയ്യുന്നു. ഗംഭീര കളക്ഷൻ. ഇപ്പോൾ ശനിയും ഞായറും ഒക്കെ ആദ്യത്തെ കളക്ഷൻ പോലെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇട്ടുള്ള ആദ്യത്തെ ശനിയും ഞായറും കളക്ഷനെക്കാട്ടിൽ കളക്ഷൻ മുന്നേറുകയാണ്. അത്തരം ഒരു ദിവസം കളക്ഷൻ മുന്നേറുന്നു, ഒരുപാട് റെക്കോർഡുകൾ വഴിമാറുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയമാകാൻ തയ്യാറെടുക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പം ഇത് ഏറ്റവും വലിയ വിജയമാകാൻ ചാൻസ് വളരെ കൂടുതലുള്ള. നമുക്ക് ആശ്ചര്യപ്പെടുന്നത്, നമ്മളെല്ലാം പൈസ മുടക്കിയാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ വളർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ താരങ്ങൾ. അതേത് താരങ്ങളായാലും നമ്മളാണ് ഇവർക്കെല്ലാം താരങ്ങളാക്കുന്നത്. സാധാരണ അഭിനേതാക്കളെ താരങ്ങളാക്കുന്നതെല്ലാം നമ്മളാണ്. പക്ഷേ എനിക്കൊരു ഒരു വലിയ വിഷമം തോന്നിയത്, സാധാരണ ഈ ആർട്ടിസ്റ്റുകൾക്കെല്ലാം, ഏത് ആർട്ടിസ്റ്റുകൾ എടുത്താലും അവർക്കെല്ലാം, പ്രത്യേകിച്ചും പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ട്വിറ്റർ ഇങ്ങനെയുള്ള ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ഇതൊക്കെ ഭയങ്കര റീച്ചാണ്. മില്യൺ ലൈക്സും മില്യൺ വ്യൂസും ഒക്കെയുള്ള ഈ ലോക എന്ന് പറയുന്ന സിനിമയെ പുറത്തുള്ള താരങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പ്രകീർത്തിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം, ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം ജയറാം മാത്രമാണ് ഇത്രയും VFXന് തന്നെ 100-300 കോടിയൊക്കെ മുടക്കുന്ന പടമാണല്ലോ, ഇത്രയും നല്ല ഗംഭീരമായിട്ട് ചേർന്ന് ജയറാം മാത്രം പറഞ്ഞു. മലയാള സിനിമ ബാക്കിയുള്ളവരെല്ലാം മൗനം പാലിക്കുന്ന എന്തിനാണെന്നുള്ളത് നമുക്കറിയുന്നില്ല. എന്തുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ഒരു മലയാള സിനിമയ്ക്ക് അഭിമാനമായ നേട്ടമാണ്. ഒരു ലേഡി, ഒരു നടിമാർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കല്യാണി പ്രിയദർശൻ നായികയായ ഒരു സിനിമ ഇത്രയും ഗംഭീര റെക്കോർഡുകൾ താണ്ടി മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ മോഹൻലാലിനെ പോലുള്ളവർ, ഇപ്പോൾ മമ്മൂട്ടി ദുൽഖറിന്റെ പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മോഹൻലാൽ വേണമെങ്കിൽ, കാരണം പ്രിയദർശന്റെ മകളാണ് കല്യാണി പ്രിയദർശൻ. ഒരു പോസ്റ്റ് ഇടാം, ഒരു കുഴപ്പമില്ല. അതിനകത്തൊരു സീനിയർ ആർട്ടിസ്റ്റാണ് മോഹൻലാൽ, അങ്ങനെ ചെയ്യാം. പൃഥ്വിരാജ്, എല്ലാ നടന്മാരുടെ കാര്യം, നിവിൻ പോളി ആയാലും നമ്മുടെ ഉണ്ണിമുകുന്ദനായാലും എല്ലാവർക്കും ഒരു പോസ്റ്റ് പോലും ആരും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പോസ്റ്റ് ഇട്ടാൽ അത്രയും കൂടെ കുറച്ചുകൂടെ റീച്ച് ഈ സിനിമയ്ക്ക് കിട്ടും എന്നുള്ള സത്യം തന്നെയാണ്. തിരിച്ചെനിക്ക് തോന്നുന്നു മലയാള സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലപ്പോഴും പോസ്റ്റ് ഇടുന്നതാണ്. മാത്രമല്ല, എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം, ഇപ്പം അജു വർഗീസ് അഭിനയിച്ച സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടം പോലുള്ള സിനിമ, അല്ലെങ്കിൽ കേരള സ്റ്റോറീസ് പോലുള്ള സിനിമ, അതിൻ്റെ പാർട്ട് 2, ഇതൊക്കെ കണ്ടിട്ട് മമ്മൂട്ടി ഇവരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഗംഭീര സിനിമയാണ് തന്നെ. ഇവർ ആരും ചറപറ പോസ്റ്റ് ഇടുന്നവർ പോലും ഈ ലോകയെക്കുറിച്ച് പോസ്റ്റ് ഇടുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് സിനിമാ താരങ്ങൾക്ക് ലോക വിജയിക്കുന്നതിനോടൊരു എതിർപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മളൊരു ഒരു ചോദ്യമാണത്. ഇത് കാരണം അങ്ങനെയുള്ള ഒരു സിനിമാ ഫീൽഡിൽ നിന്ന്, സിനിമ ആക്ടേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ നടന്മാരിൽ നിന്ന്, നടിമാരിൽ നിന്ന് ഒന്നും അങ്ങനൊരു ഇവരൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം ഒരു തരംഗം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പടം ഫ്ലോപ്പായ ഒരു ഡയറക്ടർ രണ്ടാമത് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു #കൂടി ഒരു പോസ്റ്റൊക്കെ ഇടുന്നത് നന്നായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രേക്ഷക രീതിയിൽ എൻ്റെ അഭിപ്രായം. 2, ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. ഈ സിനിമ ഇപ്പോൾ ഒരു 10-17 ദിവസമായി തിയേറ്ററുകളിൽ നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും വെള്ളി, ശനി, ഞായറൊക്കെ ആകുമ്പോഴത്തേന് അഭൂതപൂർവമായ തിരക്കാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും. അതും 2 ആഴ്ച പിന്നിട്ടിട്ട് ഭയങ്കര തിരക്ക് വരുമ്പം പല സ്ക്രീനിലും നമ്മൾ കാണുന്നത്, ഇത് ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടിയല്ല, പല സ്ക്രീനിലും നമ്മൾ കാണുന്നത് വലിയ വൻ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ ബാക്കിയുള്ള ചിത്രങ്ങളും, ചെറിയ കപ്പാസിറ്റി ഉള്ള തിയേറ്ററും, അതും മോശം തിയേറ്ററുകളിൽ 4K 2K ഒക്കെ ഉള്ള ഈ പടത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് യാതൊരു ഇതും ഇല്ലാത്ത, ഞാൻ അങ്ങനെയുള്ള 2 വട്ടം കണ്ടത് മോശം തിയേറ്ററിൽ തന്നെയാണ്. ബാക്കിയുള്ളിടത്ത് ഒരു 10, 30, 40 പേരുണ്ടെങ്കിൽ പോലും അവർ വലിയ തിയേറ്ററിൽ നിന്ന് പടം മാറ്റത്തില്ല. അതെന്തൊരു മോശപ്പെട്ട സംവിധാനമാണ്.
അങ്ങനെയാണോ നമ്മൾ ഒരു മലയാള സിനിമ? കാരണം പണ്ട് 2 സിനിമകൾ ഇറങ്ങിയെന്ന് വിചാരിക്കുക, മമ്മൂട്ടിയുടെ മോഹൻലാൽ, മമ്മൂട്ടിയുടെ പടം വിജയിച്ചു, മോഹൻലാലിൻ്റെ പടം മോശമാണെങ്കിൽ തിയേറ്ററിൽ പണ്ട് 2 ചെറിയ തിയേറ്ററിലോട്ട് പറ്റിയത് മാറ്റും, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് മോഹൻലാലിൻ്റെ സിനിമ വിജയിച്ചാൽ എല്ലാം ആരുടെ ആയാലും അങ്ങനല്ലേ വേണ്ടത്. എപ്പോഴും നമ്മളൊരു ഈഗോ ഇല്ലാതെ മുന്നോട്ട്, കാരണം മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ചൊരു ഗീവ് ആൻഡ് ടേക്ക് രീതിയിൽ പോയില്ലെങ്കിൽ വളരെ മോശമല്ല. ഇത് തിയേറ്ററുകാർ കാണിക്കുന്നത് വളരെ മോശമാണ്. പക്ഷേ തിയേറ്ററുകാർക്ക് എവിടുന്നെങ്കിലും ഒരു എഗ്രിമെൻറ്റോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളോ എന്തെങ്കിലും കാണും. പക്ഷേ ഒരു സിനിമ ഇത്രയും കത്തി നിൽക്കുകയാണ്, ഇത് എപ്പോഴും കിട്ടുന്നതല്ല തിയേറ്ററുകാർക്കും. അന്നേരം ഇങ്ങനെയുള്ള മോശം സ്ക്രീനിൽ പലയിടത്തും നമുക്കിവിടെയൊക്കെ എൻ്റെ പ്രദേശങ്ങളിൽ വളരെ മോശം സ്ക്രീനിലാണ് ഈ ലോകം ഓടുന്നത്. ഇത്ര നമ്മളൊരു നല്ല സ്ക്രീനിന് വേണ്ടി നോക്കിയിട്ട് ഇടുന്ന ഷോയോ ചില തിയേറ്ററിലൊക്കെ പേരിന് വേണ്ടി ഇടും, പക്ഷെ ആർക്കും കാണാൻ പറ്റാത്ത സമയത്തുള്ളൊരു ഷോ, രാത്രി 11:45, രാത്രി പുലർച്ചെ 12 മണിക്ക് 12:30 ഒക്കെ ഷോ ഇട്ടാൽ ആര് പോയി കാണാൻ? ഇതൊക്കെ ഇത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്ന സിനിമയെ തകർക്കുന്നുവെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയുള്ളതാണ്. ഇതൊരു മോശം പ്രവണത തന്നെ. അന്നേരം ഇതൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഇത് എല്ലാമല്ല മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ തമിഴ് സിനിമയെ ഭയങ്കരമായിട്ട് ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അതിന് പോസ്റ്റ് ഇടുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വലിയ വലിയ തിയേറ്ററല്ല, ഇപ്പോൾ കൂലി ഇറങ്ങുന്ന കേരളത്തിലെ മുഴുവൻ തിയേറ്ററിലല്ല. തിരിച്ച് തമിഴിൽ അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല, തെലുങ്കിന് അങ്ങനെ കിട്ടുന്നില്ല. ഇതെല്ലാം നമ്മൾ സിനിമാ പ്രവർത്തകരും നമ്മൾ പ്രേക്ഷകരും എല്ലാം അറിയുന്നതാണ്. പിന്നെ എന്തിനാണ് ഇത്രയും മോശമായൊരവസ്ഥ? അന്നേരം തിയേറ്ററുകളുടെ ഇതും സിനിമാ താരങ്ങളുടെ ഇതും എന്തായാലും ഒരു ചർച്ച ചെയ്യപ്പെടണം, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം നല്ല സിനിമകൾ വരുമ്പോൾ അതിന് മുമ്പിൽ വഴി മാറണം. അത് കാലത്തിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയാണത്. ആ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകണം. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് ഇതിനോട് ഉദ്ദേശിച്ചത്. എന്തായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഫീനിക്സ് പക്ഷി പോലൊരു സിനിമയെ തകർക്കാൻ 100 പേര് നോക്കിയാലും അതിന് മുകളിലൂടെ അത് പറന്നു പോകുമെന്നുള്ളത് സംശയമില്ല. അതിൻ്റെ ഉദാഹരണമാണ് ലോക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.